അതിനകത്ത് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീധുവിനോട് ചില താല്പര്യങ്ങളും മറ്റു ചില ആവശ്യങ്ങളും ഹരികുമാർ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്തു നൽകാത്തതിലുള്ള വൈരാഗ്യവും വിരോധവും ഹരികുമാറിന് ശ്രീധുവിനോട് ഉണ്ടായിരുന്നു. അതുമൂലമാണ് കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള കാരണമായിട്ട് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അതുമാത്രവുമല്ല, അതിനകത്ത് മറ്റ് പല കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ പ്രാഥമികമായിട്ട് പോലീസ് പറയുന്നത് ശ്രീധുവിനോട് ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഹരികുമാർ പ്രകടിപ്പിച്ചിരുന്നു. അത് നൽകാത്തതിലുള്ള വിരോധം മൂലം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഇപ്പോൾ ഇതിനകത്ത് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിനകത്ത് പോലീസ് പ്രാഥമികമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരാളുടെ സഹായം കൂടാതെയാണ് ഹരികുമാർ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് ആധാരമായിട്ട് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ശ്രീധു തൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നത്. അപ്പോൾ നാട്ടുകാരടക്കം വിവരമറിയിക്കുന്നത് അതിങ്ങനെയാണ്: ഉറക്കത്തിൽ നിന്ന് ശ്രീധു ഉറക്കമുണരുന്നു. അതിനുശേഷം കുഞ്ഞിനെ എടുത്ത് അച്ഛൻ്റെ അരികിൽ കിടത്തുന്നു. തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല. കുഞ്ഞിനെ അവിടെ കാണാതെ വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ കിടത്തിയ സമയത്ത് ഹരികുമാർ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ശ്രീധു പറയുന്ന കാര്യങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. കാരണം അല്പമെങ്കിലും അത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ പോലീസ് എടുക്കുന്നില്ല. കാരണം ശ്രീധുവും ഇപ്പോൾ ഹരികുമാർ എന്നുള്ള ചില വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടേണ്ടതായുണ്ട്. ഇപ്പോഴും ശ്രീധു പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. അവരെ വിട്ടയക്കും എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അവരെ വിട്ടയച്ചിട്ടില്ല. കാരണം പോലീസിന്റെ നിരീക്ഷണമില്ലാതെ അവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ആ ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ബന്ധുക്കൾ ആരെങ്കിലും വന്നതിന് ശേഷം മാത്രം പോലീസിന്റെ സംരക്ഷണയിൽ ഒന്നുകിൽ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ വിട്ടു നൽകുക, അവിടെയും പോലീസിന്റെ നിരീക്ഷണം തുടരുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ശ്രീധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തായിരിക്കും പോലീസിന്റെ മറ്റ് തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇതിനകത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി 6 മണിയോടുകൂടിയാണ് ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഹരികുമാറിനെ അല്പസമയം മുമ്പ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഒരുപക്ഷേ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനാണ് സാധ്യത. അതല്ല എങ്കിൽ ഒരുപക്ഷേ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരുപക്ഷേ സാധാരണഗതിയിൽ ഇനിയിപ്പോൾ ഒരു ഇൻട്രോഗേഷനൊക്കെ വളരെ വിശദമായിട്ട് ഇൻട്രോഗേഷനൊക്കെ നടത്തേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഈ ഒരു ഘട്ടത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിലേക്കായിരിക്കും ഹരികുമാറിനെ കൊണ്ടുപോകുക. അതല്ല എങ്കിൽ ഇൻട്രോഗേഷൻ നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഒരുപക്ഷേ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരും.